ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എല്ലാവരും നമ്മൾ നോട്ട്സൊക്കെ എഴുതി റെഡി ആയിരിക്കുമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളാണ് നമ്മൾ തുടങ്ങിയത്. ഓർമ്മയില്ലായിരുന്നു? നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻസ് പറഞ്ഞു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് പറഞ്ഞു, മിക്സഡ് ഫ്രാക്ഷൻസ് പറഞ്ഞായിരുന്നു. കുറേ എക്സാമ്പിൾസും കാര്യങ്ങളും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഇട്ടതാണ്. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്തായിരുന്നു? നമ്മുടെ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഓർമ്മയില്ലേ? 2/6. ഏതാണ് ഡിനോമിനേറ്റർ? ഡിനോമിനേറ്റർ ഏതാണ്? 6. ന്യൂമറേറ്റർ ഏതാണ്? 2. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ഓർമ്മയില്ലേ? താഴത്തെ ഡിനോമിനേറ്റർ, മുകളിലത്തെ ന്യൂമറേറ്റർ. നമ്മൾ എക്സാമ്പിളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്തായിരുന്നു? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായിട്ട് വരുന്നതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്തായിരുന്നു? ന്യൂമറേറ്റർ ആണ് ഡിനോമിനേറ്ററിനേക്കാളും വലുത്, അതായത് മുകളിലുള്ളതായിരിക്കും വലുത്. അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. മിക്സഡ് ഫ്രാക്ഷൻസ് എന്തായിരുന്നു? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഇത്ര നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻസ് ആക്കി മാറ്റുന്നത്. പ്രോപ്പറിനെ പറ്റുമോ? പ്രോപ്പറിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻസ് ആക്കി മാറ്റേണ്ടതെന്ന് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോട്ടൊക്കെ എഴുതി റെഡി ആയിരിക്കുമായിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ ഇതിൻ്റെ അകത്തെ കുഞ്ഞു കുറച്ചൊരു 5 ക്വസ്റ്റ്യൻസ്, ഒരു ചെറിയ 5 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ പറഞ്ഞതാണ്. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സഡ് ഫ്രാക്ഷൻസ്. ഇതാണ് ടൈപ്സ്. 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് ഇത്: പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷനാണ് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായി വരുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതായി വരുന്നത്. മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടെ വരുന്നതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യനെ എളുപ്പമുള്ള ചോദ്യം കേട്ടോ. ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ തുണി വേണം. നമ്മളൊക്കെ നമ്മുടെ ഷർട്ടും യൂണിഫോമൊക്കെ നിങ്ങൾ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുപ്പായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് 1.5 മീറ്റർ തുണി വേണം. അതായത് 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ അളക്കുന്നത് എങ്ങനെയാണ്? മീറ്റർ വെച്ച്, മീറ്റർ അളവില്ല. അപ്പോൾ 1.5 മീറ്റർ തുണി വേണം ഒരു കുപ്പായം തുന്നാനായിട്ട്. അതുപോലുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം തുന്നാൻ എത്ര വേണം? 1.5 മീറ്റർ. അങ്ങനെയാണ് 5 എണ്ണം തുന്നാൻ എത്ര മീറ്റർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് തുണി. അപ്പം ഒരു കുപ്പായം തുന്നാനായിട്ട് 1.5 മീറ്റർ. മനസ്സിലായില്ലേ? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ. എം എന്താണ്? മീറ്റർ. തുണിയൊക്കെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ നോക്കിക്കും. ഇപ്പം ഇത്രയും നീളത്തിലൊരു തുണി മേടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അളക്കുന്നത്? മീറ്ററിലായിരിക്കും അളക്കുന്നത്. തുണിയാണ് കേട്ടോ, നിങ്ങൾ ഡ്രസ്സ് തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണിയാണ് ഇത് നമ്മൾ മീറ്റർ അളവിലായിരിക്കും നമ്മൾ കടയിൽ പോയി ചോദിക്കുന്നത്. 1 മീറ്റർ, 1.5 മീറ്റർ, അങ്ങനെ നമ്മൾ കടയിൽ പോയി ചോദിക്കുന്നത്. അപ്പോൾ ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ വേണം തുണി. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള 5 കുപ്പായത്തിന് എത്ര മീറ്റർ തുണി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1.5 ഇൻറ്റു 5. നമുക്ക് എത്ര കുപ്പായം തുന്നേണ്ടത്? 5 കുപ്പായം തുന്നണം. 1.5 മീറ്റർ തുണി ഇൻറ്റു 5 കുപ്പായം. ഇനി 1.5 നോക്കി, 1.5 എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രാക്ഷനാണ്? പ്രോപ്പറാണോ ഇംപ്രോപ്പറാണോ മിക്സഡ് ആണോ? മിക്സഡ് ഫ്രാക്ഷനാണ്. 1.5 എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്താക്കണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാക്കാം? നോക്കി, 1.5നെ നമുക്ക് എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം? 1.5 എങ്ങനെയാക്കാം? ഇവിടെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഏതാ? 2. 2 ഇൻറ്റു 2നോട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1 എത്രയാണ് വരിക? 2 ഇൻറ്റു 1 2 വന്നില്ലേ? പ്ലസ് 1. ഈ 1 ഏതാ? ഈ മുകളിൽ കിടക്കുന്ന 1 ബൈ നമ്മുടെ ഡിനോമിനേറ്ററായ 2. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുന്നത്. എങ്ങനെയാണ് 1.5നെ ആക്കുന്നത്? 2 ഇൻറ്റു 1 പ്ലസ് 1. അതായത് 2 ഇൻറ്റു 1 2 വരും, പ്ലസ് 1 3. 3/2. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്. മനസ്സിലായില്ലേ? മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ആക്കുന്നതെന്ന് നോക്ക്. 1.5നെ നമ്മൾ എങ്ങനെ ആക്കിയത്? 1.5 എങ്ങനെയാണ്? 1.5 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 2 പ്ലസ് 1 3/2 വരും. നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്ന മിക്സഡിനെ നോക്ക്. 3/2 വന്നില്ലേ? 3/2 ഇൻറ്റു 5. നമുക്ക് 5 കുപ്പായല്ലേ തുന്നേണ്ടത്? 3/2 ഇൻറ്റു 5 വരും. നമുക്ക് 5 കുപ്പായം തുന്നണം. 3/2 ഇൻറ്റു 5 എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിരുന്നു. നേരെ കിടക്കുന്നതിന് നമ്മൾ ബൈ 1, ഇൻവിസിബിൾ ആണ് 1 ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 5 15.
2 × 1 2, 15/2 വന്നു. 15/2. 15/2 എന്ത് ഫ്രാക്ഷനാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. നോക്ക്, മുകളിൽ ന്യൂമറേറ്റർ ആണ് ഡിനോമിനേറ്ററിനേക്കാളും വലുത്. അപ്പോൾ എന്ത് ഫ്രാക്ഷനാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇതിനെ നമ്മൾ എന്ത് ഫ്രാക്ഷൻ ആക്കണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. 15/2 നമുക്ക് എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും? നോക്ക്, 15നെ 2 കൊണ്ട് ഹരിക്കുക. 2ൽ 7 തവണ 14 1. ഇങ്ങനെയല്ലേ നമ്മൾ ഹരിക്കുമ്പോൾ വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ മിക്സഡ് ആക്കി എഴുതാൻ പറ്റും? 7 മുകളിൽ നമുക്ക് കിട്ടി 7 1/2 എന്ന് എഴുതും. 7 1/2 മീറ്റർ. ഈ മീറ്റർ അല്ലേ തുണി എങ്ങനെയാണ് അളക്കുന്നത്? മീറ്ററിൽ. മീറ്റർ വരും. മനസ്സിലായോ എങ്ങനെ ഈ ചോദ്യം ചെയ്തതെന്ന്? 1.5 മീറ്റർ തുണി വേണം ഒരു കുപ്പായം തുന്നാൻ. അങ്ങനെയാണ് 5 കുപ്പായത്തിന് എത്ര തുണി വേണമെന്നാ? 1.5 × 5. 1.5 × 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1.5നെ എങ്ങനെയാ? 1.5 മിക്സഡാ. മിക്സഡിനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കും? 2 × 1 + 1. 2 × 1 + 1. 2 × 1 എത്രയാ? ബൈ 2 കൂടെ എഴുതണം കേട്ടോ. ബൈ 2 ഡിനോമിനേറ്റർ. 2 × 1 എത്രയാ? 2. 2 + 1 3. 3/2 വരും നമ്മൾ ഇംപ്രോപ്പർ ആക്കുമ്പോൾ. ഇൻറ്റു 5/1. ബൈ 1 എങ്ങനെയാ? ഇൻവിസിബിൾ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻവിസിബിൾ ആണ് ബൈ 1. 1 ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യണം. 3 × 5 എത്രയാ? 15/2 വരും. 15/2 7 1/2 മീറ്റർ. 7 1/2 എങ്ങനെയായി എന്ന് മനസ്സിലായില്ലേ? 15നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2ൽ 7 തവണ വരും ഡിവൈഡ് ചെയ്യുമ്പോൾ. 2 7s are 14. 14 കുറയ്ക്കുമ്പോൾ 1 വന്നു. അപ്പം 7 1/2 മീറ്റർ. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുമ്പോൾ മനസ്സിലാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1 കിലോ kg എന്താ? കിലോഗ്രാം എന്ന് പറയും. കിലോ നമ്മൾ കടയിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ എങ്ങനെയാ? 1 കിലോ വെണ്ടയ്ക്ക, 1 കിലോ തക്കാളി, 1/2 കിലോ തക്കാളി, അങ്ങനെ കിലോ വെച്ചല്ലേ പറയുന്നേ? കിലോഗ്രാം. 1 കിലോഗ്രാം വെണ്ടയ്ക്കയുടെ വില 30 രൂപയാണ്. 1 കിലോയ്ക്ക് എത്രയാ? 1 കിലോഗ്രാമിന് എത്രയാ? 30 രൂപ. 2.5 കിലോഗ്രാമിന് എത്ര രൂപ? ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കിലോഗ്രാം. 2.5 കിലോഗ്രാമിന് എത്ര രൂപ? അതായത് 1 കിലോഗ്രാമിന് 30 ആണ്. അപ്പം 2.5 കിലോഗ്രാമിന് എത്രയാ? 2.5 × 30 എന്ന് നമ്മൾ എഴുതത്തില്ല. ഇത് എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ, 2.5 × 30 എന്ന്. ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? 2.5 മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? 2.5 ഇതിനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കും? എല്ലാവരും ഒന്ന് ചെയ്തേ. 2 ആദ്യം ഡിനോമിനേറ്ററിനെ 2 × 2. എത്ര വന്നു? 2 × 2 4. അതായത് 2 × 2 ആദ്യം ചെയ്യണം. 4 പ്ലസ് ഈ മുകളിൽ കിടക്കുന്ന 1 ബൈ എന്തെഴുതും? ബൈ ഡിനോമിനേറ്റർ 2. 2 × 2 എത്രയാ? 4. 4 + 1 5. 5/2 വന്നില്ലേ നമ്മുടെ ഫ്രാക്ഷൻ? എന്ത് ഫ്രാക്ഷനാ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എന്താക്കി? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി. 5/2 × 30. ഈ 2.5 5/2 ആയത്. മനസ്സിലായോ? 2.5നെ എങ്ങനെ 5/2 ആക്കി? ഈ 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം. 2 × 2 + 1. 2 × 2 4. 4 + 1 5. 5/2 വന്നില്ലേ? 5/2 × 30. മനസ്സിലായോ? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തേ. എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അറിയത്തില്ലേ? 5/2 × 30 എങ്ങനെയാ? 5/2 × 30 അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? 1 കിലോയുടെ വിലയാണ് 30 രൂപ. നമുക്ക് 2.5 കിലോ ആണ് വേണ്ടത്. 2.5 കിലോനെയാണ് നമ്മൾ 2.5നെയാണ് നമ്മൾ 5/2 ആക്കിയത്. ഈ 2.5 5/2 ആയത്. 5/2 × 30 എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 30/1 ഉണ്ട്. 1 ഇൻവിസിബിൾ ആണ്. എന്നിട്ട് നമ്മൾ നേരെ ചെയ്യണം. 5 × 30 എങ്ങനെ വരും? 150 ബൈ 2 × 1 2. 150/2 എങ്ങനെ വരും? 75 രൂപ. അറിയില്ലേ ചെയ്യാൻ? 75 രൂപ. നോക്കിക്കേ, 30/1 എങ്ങനെ വന്നു? 1 ഇൻവിസിബിൾ ആണ്. 1 ഇൻവിസിബിൾ ആണ്. നമ്മൾ 1 ഉണ്ടെന്ന് വിചാരിച്ച് ചെയ്യണം. 30/1 5/2 × 30/1. 5 × 30 എത്രയാ? 150 ബൈ 2 × 1 2. 150/2 75 രൂപ. അത്രയാണ് ആവുന്നത്. എത്ര കിലോയ്ക്ക്? 2.5 കിലോയ്ക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ 1 കിലോയ്ക്ക് എത്രയായിരുന്നു? 30 രൂപ. അങ്ങനെയാണ് 2.5 കിലോയ്ക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 കിലോയ്ക്ക് 30, 2.5 കിലോയ്ക്ക് 75 രൂപ. എല്ലാം ചെയ്ത് നോക്കിയോ? കിട്ടിയോ? മനസ്സിലായില്ലേ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ആക്കുന്നതെന്ന്? അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഒരാൾ ഒരു അവർ HR എന്താ?
HR നമ്മൾ എഴുതുന്നത് എന്താ? അവർ എന്താ? മണിക്കൂർ. ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കും. ഒരാൾ ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കും? 2.5 കിലോമീറ്റർ നടക്കും. 1.5 മണിക്കൂർ കൊണ്ട്, ഒരു മണിക്കൂറിലാണ് 2.5 കിലോമീറ്റർ. അതായത് ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ 1/2 അവർ 1.5 മണിക്കൂറിൽ എത്ര ദൂരം നടക്കും എന്നാണ് ചോദ്യം. അതായത് എങ്ങനെ ചെയ്യും? ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്ററാണ്. അങ്ങനെയാണ് 1.5 മണിക്കൂറിൽ എങ്ങനെ വരും? 2.5 × 1.5. 1.5 എന്താ? മണിക്കൂർ. 1.5 മണിക്കൂറിൽ എത്രയാണെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 1.5 മണിക്കൂറിൽ എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? 1.5 × 2.5 കിലോമീറ്റർ അല്ലേ ഒരു മണിക്കൂറിൽ നടക്കുന്നത്. അപ്പം 1.5 × 2.5. നോക്കിയേ, 1.5 × 2.5 നമ്മൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ പറഞ്ഞേ 2.5 എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും? ഇത് രണ്ടും മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ എങ്ങനെയാക്കും? 2. നോക്കുക, ഞാൻ വലുതായിട്ട് കാണിച്ചു തരാം. 2.5 എങ്ങനെ ചെയ്യും? 2നെ 2 കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 എത്രയാ? 4. 4 + 1. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4. 4 + 1 5 ബൈ ഇതിൻ്റെ ഡിനോമിനേറ്റർ 2. അപ്പോൾ 2.5 എങ്ങനെ വന്നു? 5/2 ആയില്ലേ? ഈ 2.5 ആണ് 5/2 ആയത്. അടുത്തത് ഈ 1.5നെ എങ്ങനെയാക്കും? 1.5 എന്ത് ഫ്രാക്ഷനാ? മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? 1.5നെ എങ്ങനെയാക്കും? 2 × 1 2 + 1 3/2 ആവും. മനസ്സിലായില്ലേ? 3/2. ഈ 2.5 ഈ 3/2 ആയത്. അപ്പം 2.5 എന്നുള്ളത്, ഈ 2.5 എന്നുള്ളത് 5/2 ആയി. ഈ 1.5 എന്നുള്ളത് 3/2 ആയി. 5/2 × 3/2 എങ്ങനെ വന്നു? 5 × 3 15. 2 × 2 4. 15/4 വന്നു. മനസ്സിലായോ? ഇനി 15/4 എങ്ങനെയാണ് 3/4 ആയത്? നോക്കിയേ, 15/4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 എത്ര തവണ വന്നു? 15 3 തവണ. 12 3 കുറച്ചപ്പോൾ. മനസ്സിലായോ? അപ്പം 3/4 കിലോമീറ്റർ. എത്ര ദൂരം നടക്കുമെന്നല്ലേ? ദൂരം എങ്ങനെയാണ് പറയുന്നത്? ദൂരം നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ എത്ര ദൂരം ഉണ്ടെന്ന് എങ്ങനെ പറയും? ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നല്ലേ പറയുന്നേ. അപ്പോൾ ദൂരത്തിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? കിലോമീറ്റർ. അപ്പം 3/4 കിലോമീറ്റർ. മനസ്സിലായോ എങ്ങനെയായെന്ന്? നോക്കി, അപ്പോൾ ഒരാൾ ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടക്കുമെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം നടക്കുമെന്നാണ്? ഒരു മണിക്കൂറിൽ 2.5 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറിൽ എത്ര ദൂരം എന്ന്? അപ്പം 2.5 × 1.5. ഇതെത്രയാ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇതെത്രയാ? അര. അല്ലെങ്കിൽ പകുതി. പകുതി എന്നല്ലേ നമ്മൾ പഠിച്ചത്? അല്ലെങ്കിൽ ഹാഫ് എന്ന് പഠിച്ചില്ലേ? പകുതി അല്ലെങ്കിൽ ഹാഫാണ് 1/2. അപ്പം 2.5 എന്ന് പറഞ്ഞാൽ 2ഉം ഒരു പകുതിയും. 1.5 എന്ന് പറഞ്ഞാൽ 1ഉം ഒരു പകുതി. 2.5 എന്തായി? 5/2 ആയി. 1.5 എന്തായി? 3/2 ആയി. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15/4 ആയി. 15/4 നമ്മൾ 3/4 കിലോമീറ്റർ എന്ന് എഴുതി. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കിക്കേ. 1/100ൻ്റെ പകുതി എത്ര? പകുതി എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ഇപ്പം നമ്മൾ പറഞ്ഞോളൂ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു പകുതി എന്താണ്? 1/2 ആണ്, അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയും പകുതിനെ. 1/100ൻ്റെ പകുതി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചോദിക്കുവാണ് 5ൻ്റെ പകുതി എത്രയാണ്? അപ്പോൾ നമ്മൾ 5/2 ചെയ്യും. 4ൻ്റെ പകുതി എത്രയാണ്? 4/2 ചെയ്യും. പിന്നെ 3ൻ്റെ പകുതി എത്രയാണ്? 3/2 ചെയ്യും. പകുതി എന്താണ്? പകുതി എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ പകുതി? അതറിയാലോ, 1/2 അല്ലേ പകുതി? അപ്പം നമ്മൾ 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? 5 × 1/2 ആണ് നമ്മൾ ചെയ്യുന്നത്. 5 × 1/2 എത്രയാണ്? 5/2. അപ്പം 4ൻ്റെ പകുതി എത്രയാണ്? 4 × 1/2. അതെത്രയാണ്? 4/2 ആണ്. അപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? /2 ഇട്ട് എഴുതുന്നതല്ലേ പകുതി? അപ്പോൾ ഇവിടെ നോക്കിയോ, 1/100ൻ്റെ പകുതി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1/100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/100/2. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഒരു ഫ്രാക്ഷൻ അല്ലേ കിടക്കുന്നത്? ഇവിടെ ഒരു ഭിന്നസംഖ്യയല്ലേ മുകളിൽ ന്യൂമറേറ്ററായിട്ട് വന്നിരിക്കുന്ന ഒരു ഭിന്നസംഖ്യയും താഴെ വന്നിരിക്കുന്നത് ഒരു ഹോൾ നമ്പറുമാണ്. അപ്പം നമ്മൾ ഇതിനെ /1 ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇൻവിസിബിളാണ്. ഇവിടെയും 1 ഇൻവിസിബിളാണ്. /1 ഇൻവിസിബിളാണ്. അപ്പം നോക്കിയാൽ നമുക്ക് എങ്ങനെ വന്നു? 1/100/2/1 വന്നു. അപ്പം നമ്മൾ ഹരിക്കുമ്പോൾ നമുക്കിപ്പോൾ 4/2 നമുക്ക് ഹരിക്കാൻ പറ്റില്ലേ? 4/2 എത്ര? 2. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കാര്യം മുകളിലും താഴെയും ഒറ്റ നമ്പറാണ്, ഹോൾ നമ്പേഴ്സാണ്. ഇവിടെ നമുക്ക് ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത്. മുകളിലും ഫ്രാക്ഷനാണ്, താഴെയും ഫ്രാക്ഷനാണ്. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഈ 1/100നെ നമ്മൾ അതേപടി തന്നെ എഴുതും 1/100. മനസ്സിലായില്ലേ?
1/100 എഴുതും. എന്നിട്ട് ഈ 2/1 എന്ന് പറയുന്നത് ഇത് മുകളിലേക്ക് വരും, ഇവിടെ മൾട്ടിപ്ലൈയും ആകും. നമ്മൾ ഡിവൈഡ് അല്ലേ ഇവിടെ ചെയ്തത്, ഇവിടെ ചെയ്ത ഡിവിഷൻ മാറി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഈ 2/1 മുകളിലേക്ക് വരും. ഇത് മുകളിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ 1/2 ആകും, തിരിച്ച് വരും. ഇതിൻ്റെ പേരാണ് റെസിപ്രോക്കൽ. നമ്മൾ തിരിച്ച് വരും, അതായത് 2/1 എന്നുള്ളത് 1/2 ആകും. എന്നിട്ട് അത് ഇങ്ങോട്ട് പോകും. അപ്പം 1/100 ഇൻറ്റു 1/2 എങ്ങനെ വന്നു, 1 ഇൻറ്റു 1 1, 100 ഇൻറ്റു 2 200 വന്നു. മനസ്സിലായോ? ഇത് 1/100ൻ്റെ പകുതി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായില്ലേ? 1/100/2 ചെയ്തു. /2 എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്രാക്ഷനും ഇവിടെ ഒരു ഹോൾ നമ്പറും ആയതുകൊണ്ട് നമ്മൾ /1 എന്നുള്ളത് ഇൻവിസിബിൾ ആണ്. നമ്മൾ /1 ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെ വന്നു, 1/100/1/2 വന്നു. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും, 1/100/1/2 രണ്ടും ഫ്രാക്ഷൻ അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും, അതിനെ പൊക്കത്തേക്ക് കൊണ്ടുവരും, ഈ 1/2നെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പം എന്താകും, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 1/100 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ് വരും. മനസ്സിലായോ? 1/100 ഇൻറ്റു 1/2 എന്ന് പറയും. എന്നിട്ട് അത് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇതാണ് റെസിപ്രോക്കൽ എടുക്കുക. നമ്മൾ നേരെ തിരിച്ച് നമ്മൾ എടുക്കുക. അതായത് ഇതിവിടെ വരുമ്പോൾ 2/1 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ നേരെ തല തിരിഞ്ഞ് 1/2 മാറും. എന്നിട്ട് നമ്മൾ നേരെ ഹരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര വരും, 1/200 വരും. 100 ഇൻറ്റു 2 എത്രയാ, 200 വരും. മനസ്സിലായോ? അടുത്ത ചോദ്യം, 17ൻ്റെ 1/3 ഭാഗവും 13ൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ എത്ര? 17ൻ്റെ 1/3 ഭാഗം, 1/3 ഭാഗം എന്താ, 17 ഇൻറ്റു 1/3, അതും പ്ലസ് കൂട്ടുമല്ലേ ചെയ്യേണ്ടത്, കൂട്ടുമല്ലേ നമുക്ക് ചെയ്യേണ്ടത്, രണ്ടും കൂടി പ്ലസ് 13ൻ്റെ 1/3 ഭാഗം, 13ൻ്റെ 1/3 ഭാഗം, 13 ഇൻറ്റു 1/3, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇതെങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായോ? ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? 17ൻ്റെ 1/3 13ൻ്റെ 1/3 കൂടെ കൂട്ടിയാൽ എത്രയാണെന്നാണ്. കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷൻ. പ്ലസ് 17ൻ്റെ 1/3 17 ഇൻറ്റു 1/3, 13ൻ്റെ 1/3 13 ഇൻറ്റു 1/3, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 17 ഇൻറ്റു 1/3 ചെയ്യണം, 13 ഇൻറ്റു 1/3 1/3 ചെയ്യണം. ഇവിടെ രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫ്രാക്ഷൻസ് സെയിം അല്ലേ, 1/3 1/3 തന്നെയല്ലേ. പക്ഷെ കൂട്ടേണ്ടത് 17 ഇൻറ്റു 1/3 13 ഇൻറ്റു 1/3. പക്ഷെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫ്രാക്ഷൻ രണ്ടിടത്തും സെയിം ആണ്, 1/3. അപ്പം നമ്മൾ ഈ 2 1/3 കൂടി ഒരേപോലെ പുറത്തോട്ട് എടുക്കണം. ഈ രണ്ടിൽ നിന്ന് ഒരേപോലെ പുറത്തേക്ക് എടുത്ത് 1/3 ആക്കി എടുത്തു. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഏതാ, 17ഉം 13 അല്ലേ. 17ഉം 13 കൂടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൊത്തം കൂട്ടുമല്ലേ വേണ്ടത്. നമ്മൾ 17ഉം 13 കൂടെ കൂട്ടിയിട്ട് അതിനോട് ഇൻറ്റു 1/3, അതായത് ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുവാണെന്ന് നോക്കിയേ. 17നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 13നെ 1/3 കൊണ്ട് തന്നെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഈ 2 1/3 കൂടെ ഒരുമിച്ചെടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ നമുക്ക്. എന്നിട്ട് നമുക്ക് 17ഉം 13 കൂടെ കൂട്ടിയാൽ പോരെ. അപ്പോൾ 17 പ്ലസ് 13 ഇൻറ്റു 1/3 ചെയ്തു. അതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? 17 പ്ലസ് 13 ഇൻറ്റു 1/3, 17ഉം 13 കൂടെ കൂട്ടിയാൽ എത്രയാ, 30 ഇൻറ്റു 1/3. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ, 30 ഇൻറ്റു 1/3 എങ്ങനെയാണ് ചെയ്യുന്നത്, 30 ഇൻറ്റു 1/3 എങ്ങനെയാണ് ചെയ്യുന്നത്, 30/1 ഇൻവിസിബിൾ ആണ്, ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ച് ചെയ്യുന്നു. 30 ഇൻറ്റു 1 എത്രയാ, 30/1 ഇൻറ്റു 3 എത്രയാ, 3, 30/3 എത്രയാ, 3ൻ്റെ പട്ടികയിൽ എത്രയാ 30 വരുന്നത്, 10. മനസ്സിലായില്ലേ? മനസ്സിലായോ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഈ കണക്ക് ഇത് ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ എല്ലാവരും. നോക്കിക്കേ, 17ൻ്റെ 1/3 ഭാഗവും 13ൻ്റെ 1/3 ഭാഗവും കൂടെ കൂട്ടിയാൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17 ഇൻറ്റു 1/3 പ്ലസ് 13 ഇൻറ്റു 1/3. അതിൽ രണ്ടിടത്തും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1/3 കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ 1/3 ഒരുപോലെ പുറത്തോട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് 17ഉം 13 കൂടെ കൂട്ടിയാൽ മതി. 17 പ്ലസ് 13 ഇൻറ്റു 1/3, അതായത് 30 ഇൻറ്റു 1/3 10 വന്നു നമുക്ക് ഉത്തരം. 30 ഇൻറ്റു 1/3 10 വന്നു നമുക്ക് ഉത്തരം. മനസ്സിലായോ? ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുത്ത് ഈ കണക്കുകളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഒന്നുകൂടെ പറയാം,
ഫ്രാക്ഷൻസ് എന്തായിരുന്നു? ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഏതൊരു നമ്പറിനെയും p/2 ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രാക്ഷൻ. അതായത് 5നെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 5/1. പറഞ്ഞേ 4നെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? 4/1. ഇനി 3/4 ഫ്രാക്ഷൻ ആണോ? അതെ. പിന്നെ നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഏതൊക്കെയാണ് 3 തരം ഫ്രാക്ഷൻസ്? പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരുന്നു? ഡിനോമിനേറ്ററാണ് ന്യൂമറേറ്ററിനേക്കാൾ വലുതായിട്ടുള്ളതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്തായിരുന്നു? ന്യൂമറേറ്ററാണ് ഡിനോമിനേറ്ററിനേക്കാൾ വലുതായിട്ടുള്ളതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മിക്സഡ് എന്തായിരുന്നു? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടി ഉള്ളതാണ് മിക്സഡ് ഫ്രാക്ഷൻ. പിന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണെന്നറിയാലോ? മുകളിലുള്ളത് ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. പിന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെയാണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ പറ്റുന്നത്. നോക്കിക്കേ, കുപ്പായത്തിൻ്റെ നമ്മൾ ഡ്രസ്സിൻ്റെ തുണിയുടെ കണക്ക് പറഞ്ഞിരുന്നു. ഒരു മീറ്റർ കണക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. മീറ്റർ ഇത് എഴുതിയെടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അടുത്തത് പിന്നെ ഏതാ പറഞ്ഞത്? കിലോഗ്രാം. വെണ്ടയ്ക്കയുടെ കണക്ക് നമ്മൾ പറഞ്ഞിരുന്നു. 1 കിലോയ്ക്ക് 30 രൂപയാണെങ്കിൽ 2.5 കിലോയ്ക്ക് എത്രയാകുമെന്ന്? 2.5 × 30. ഇവിടെ എങ്ങനെയാണ് ചെയ്തത്? ഒരു കുപ്പായം തുന്നാൻ 1.5 മീറ്റർ വേണമെങ്കിൽ 5 കുപ്പായം തുന്നാൻ എത്ര വേണമെന്ന്? അപ്പോൾ എന്താ? 1.5 × 5. പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ ഒരാൾ നടക്കുമെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം നടക്കുമെന്ന്? അപ്പോൾ എങ്ങനെയാണ്? 1.5 × 2.5 അല്ലെങ്കിൽ 2.5 × 1.5. ഏത് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. 2.5നെ എങ്ങനെയാക്കും? 5/2 ആക്കും. എങ്ങനെയാക്കി? 2 × 2 4 + 1 5 5/2. ഇതെങ്ങനെയാക്കി? 2 × 1 2 + 1 3/2 3/2. എന്നിട്ട് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആൻസർ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ ആൻസർ മിക്സഡ് ഫ്രാക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 15/4നെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. ഹാഫ് 1/2 എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പകുതി അല്ലെങ്കിൽ ഹാഫാണ് 1/2. നമ്മൾ പെൻസിൽ ഷെയർ ചെയ്യുന്നത്, ചോക്ലേറ്റ് ഷെയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞാണ്. നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് നമ്മൾ പെൻസിലും ചോക്ലേറ്റും ഒക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ 1/100 1/100ൻ്റെ ഹാഫ് അല്ലെങ്കിൽ പകുതി എത്രയാന്ന്? 1/100 × 1/2 വരും. 1/100ൻ്റെ പകുതി എത്രയാണ്? 1/100 × 1/2. അതെത്ര വരും? 1/200. അടുത്തത് നമ്മൾ ചെയ്തു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 17ൻ്റെ 1/3 ഭാഗവും 13ൻ്റെ 1/3 ഭാഗവും കൂടെ കൂട്ടിയാൽ എത്രയാന്ന്? അതായത് 17 × 1/3 13 × 1/3. 17 + 13 × 1/3. അതായത് 17ഉം 13ഉം കൂടെ കൂട്ടുമ്പോൾ 30 × 1/3 10 വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് വീട്ടിൽ പോയി ഇതിപ്പോൾ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയെടുത്ത് നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ജസ്റ്റ് തന്നെ സോൾവ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഡിവൈഡും മൾട്ടിപ്ലൈയും ഒക്കെ ചെയ്ത് തന്നെ സോൾവ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇന്ന് ചെയ്യേണ്ട ഹോംവർക്കാണ് 6 4/3 9 2/6 3 1/3 5 2/1 9 3/4 2 1/6. ഇത്രയും മിക്സഡ് ഫ്രാക്ഷൻസിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കണം. അറിയാലോ ഇത് ചെയ്യാനായിട്ട്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യണം, എന്നിട്ട് ഡിനോമിനേറ്റർ ഇടണം. നമ്മൾ ഈ നേരത്തെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. 2 1/2നെ എങ്ങനെ 5/2 ആക്കിയതെന്ന് അറിയാലോ. 2 × 2 4 + 1 5 5/2. അങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ മിക്സഡ് ഫ്രാക്ഷൻസിനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആക്കി മാറ്റണം. അതാണ് കേട്ടോ ഹോംവർക്കാണ്. ഈ ഹോംവർക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇത് ജസ്റ്റ് ഈ 6 ക്വസ്റ്റ്യൻസ് 6 എണ്ണം ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്യണം. ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസും എല്ലാം കിട്ടും. നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഇങ്ങോട്ട് ഇങ്ങനെ ഡിനോമിനേറ്റർ ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ബൈ ഡിനോമിനേറ്റർ ഇട്ട് എഴുതി വെക്കണം. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. പിന്നെ ഈ 5 ക്വസ്റ്റ്യൻസും ബുക്കിലോട്ട് എഴുതി പഠിക്കണം, ചെയ്ത് പഠിക്കണം കേട്ടോ. തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്